നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ സംഘർഷവും അതിക്രമവും കേരള രാഷ്ട്രീയത്തിൽ പുതിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വസതിയിൽ പരിശോധനയ്ക്കായി എത്തിയ കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ ഒരു സംഘം ആളുകൾ ചേർന്ന് മാരകായുധങ്ങളുമായിട്ട് ആക്രമിച്ചുവെന്ന സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ വസതിയിൽ വെച്ച് ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെത്തിയ കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരമൊരു അതിക്രമം ഉണ്ടായത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അന്വേഷണ ഏജൻസികളോട് സഹകരിക്കുന്നതിന് പകരം നിയമം കയ്യിലെടുത്ത് ഉദ്യോഗസ്ഥരെ അടിച്ചോടിക്കാനായിട്ട് ശ്രമിച്ച സംഭവം അത്യപൂർവം ശിക്ഷാർഹമായിട്ടുള്ള കുറ്റകൃത്യമായി കാണണമെന്നും ഇതിന് പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനായിട്ട് സംസ്ഥാന ഏജൻസികൾക്കപ്പുറമുള്ള അന്വേഷണം വേണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നു. ഈ സംഭവത്തിൽ കോടതിയുടെ നിർണായക ഇടപെടൽ അതീവ ഗൗരവമുള്ളതാണെന്ന സൂചനകളാണ് ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ നിന്നും ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് ഇതുവരെ സ്വീകരിച്ച എല്ലാ നടപടികളും വ്യക്തമാക്കുന്ന വിശദമായിട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കകം സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് സംസ്ഥാന സർക്കാരിനോട് കർശനമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള CBIക്ക് കൈമാറേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാട് കോടതി തേടിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിച്ച ശേഷം തങ്ങളുടെ വ്യക്തമായ നിലപാട് കോടതിയെ അറിയിക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയുടെ ഈ നിലപാട് സംസ്ഥാന പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിന് മേലുള്ള നിരീക്ഷണമായിട്ടാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. കേസിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചും സംസ്ഥാന പോലീസിൻ്റെ പരാജയത്തെക്കുറിച്ചുമൊക്കെ തന്നെ ഹർജിയിൽ അതീവ ഗൗരവമുള്ള പരാമർശങ്ങളാണ് ഉള്ളത്. കേന്ദ്ര ഏജൻസിയായ ഇ.ഡി. തദ്ദേശീയമായ പോലീസിനെ മുൻകൂട്ടി അറിയിക്കാതെയാണ് പരിശോധനയ്ക്കായിട്ട് എത്തിയത് എന്നത് ആക്രമണത്തിൻ്റെ ആസൂത്രണത്തിനും തീവ്രതയ്ക്കും കാരണമായതായിട്ടും ഹർജിയിൽ പറയുന്നു. കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ മതിയായ സുരക്ഷയൊരുക്കുന്നതിൽ കേരള പോലീസ് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടുവെന്നാണ് പ്രധാന ആരോപണം. മുൻ ഭരണകക്ഷിയിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ പ്രതികളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലെന്ന വാദമാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ സുരക്ഷ ഉറപ്പാക്കാനും നിഷ്പക്ഷമായിട്ടുള്ള വിചാരണ സാധ്യമാക്കാനും CBI തന്നെ കേസ് ഏറ്റെടുക്കണമെന്ന ആവശ്യത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പിന്തുണ ലഭിക്കാനാണ് കൂടുതലും സാധ്യതയുള്ളത്. പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ പ്രതിസ്ഥാനത്തുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു ഇ.ഡി. ഉദ്യോഗസ്ഥർ വസതിയിൽ പരിശോധനയ്ക്കായിട്ട് എത്തിയത് എന്നത് ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മുൻപ് കർണാടക മുഖ്യമന്ത്രി D.K. ശിവകുമാർ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ വസതികളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് എത്തിയപ്പോൾ ഉണ്ടായ ജനാധിപത്യപരമായിട്ടുള്ള സഹകരണവും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷവും ഈ ഹർജിയിൽ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് അനുയായികളുള്ള ജനപ്രിയ നേതാക്കൾ പോലും കേന്ദ്ര അന്വേഷണത്തോടെ പൂർണ്ണമായിട്ട് സഹകരിക്കുകയും നിയമപരമായിട്ടുള്ള നടപടികളോടെ വിനയത്തോടുകൂടി പ്രതികരിക്കുകയും ചെയ്ത ചരിത്രമാണ് ഉള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ വിഭിന്നമായിട്ട് അന്വേഷണത്തെ ഭയന്ന് അണികളെയും പ്രവർത്തകരെയും ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞും ആയുധങ്ങളുമായി നേരിട്ടും ഒളിച്ചോടാൻ ശ്രമിച്ച നടപടി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന വിമർശനമാണ് നിയമവൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. ആക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളുമൊക്കെ തന്നെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ക്യാമറകളിൽ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട് എന്നത് കേസിൽ നിർണായകമായി മാറും. ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ഈ ആക്രമണം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ പുറത്താണോ അതോ ഉദ്യോഗസ്ഥരുടെ വരവ് മുൻകൂട്ടി അറിഞ്ഞ് ആസൂത്രണം ചെയ്തതാണോ എന്ന കാര്യമാണ് CBI പ്രധാനമായിട്ടും അന്വേഷിക്കാനുള്ള സാധ്യതയുള്ളത്. വരും ദിവസങ്ങളിൽ കേരള പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ കോടതിക്ക് അതൃപ്തി തോന്നിയാൽ തീർച്ചയായിട്ടും കേസ് പൂർണ്ണമായിട്ടും CBIക്ക് വിട്ടുകൊണ്ട് കോടതി ഉത്തരവിറക്കിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. CBI അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് SITക്ക് മേൽ കോടതി നേരിട്ടുള്ള മേൽനോട്ടമോ നിരീക്ഷണമോ ഏർപ്പെടുത്താനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. ഏതു തരത്തിലുള്ള അന്വേഷണം നടന്നാലും കേന്ദ്ര ഏജൻസികൾ ഈ കേസിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിനാൽ തന്നെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ആക്രമണ സംഭവത്തിന് പിന്നിൽ അണികളെയും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരെയും പ്രകോപിപ്പിച്ച് രംഗത്തിറക്കിയതിന് പിന്നിൽ ഉന്നത തലത്തിലുള്ള ആസൂത്രണമുണ്ട് എന്നാണ് സൂചന. കേവലം സംഭവ സ്ഥലത്ത് നേരിട്ട് ആക്രമണം നടത്തിയവർ മാത്രമല്ല, അതിനായിട്ട് ആളെ കൂട്ടുകയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്ത പ്രമുഖ നേതാക്കളും നിയമ നടപടികളൊക്കെ തന്നെ നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. നിലവിലെ വിവരങ്ങൾ പ്രകാരം MP-മാരായിട്ടുള്ള ജോൺ ബ്രിട്ടാസ്, A.A. റഹീം, മുൻ MLA-മാരായിട്ടുള്ള V. ശിവൻകുട്ടി, V.K. പ്രശാന്ത് തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ക്യാമറ ദൃശ്യങ്ങളുടെയും ഫോൺ രേഖകളുടെയും ഒക്കെ തന്നെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാകുന്നതോടെ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ വലിയ നിയമ നടപടികൾക്കും അതോടൊപ്പം തന്നെ അറസ്റ്റുകൾക്കും വിധേയരാകേണ്ടി വരുമെന്നത് ഉറപ്പായിരിക്കുകയാണ്.